ചങ്ങനാശ്ശേരിയിലെ പ്രധാന റോഡുകൾ പലതും മാലിന്യ നിക്ഷേപത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ദുർഗന്ധം വമിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര നരകതുല്യമായിരിക്കുകയാണ്. ഒരു റിപ്പോർട്ട്. ചങ്ങനാശ്ശേരിയിലെ പ്രധാനപ്പെട്ട റോഡുകളായ പി ജോസ് റോഡ്, അസംഷൻ കോളേജ് റോഡ്, മാർക്കറ്റ് റോഡ്, പാറായൽപ്പള്ളി റോഡ്, പഴയപള്ളി റോഡ് തുടങ്ങിയ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലെയും വഴിയോരങ്ങൾ മാംസാവശിഷ്ടങ്ങളാലും മറ്റു മാലിന്യങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ദുർഗന്ധം സഹിക്കാൻ പറ്റാതെ മൂക്കുപൊത്തിയാണ് യാത്രികർ ഈ വഴി പോകുന്നത്. ഹോട്ടൽ മാലിന്യം, പച്ചക്കറിക്കടയിലെയും ഇറച്ചിക്കടയിലെയും മാലിന്യങ്ങൾ എന്നുവേണ്ട പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ ആവശ്യമായ എല്ലാവിധ മാലിന്യ വസ്തുക്കളും ഈ റോഡരികിൽ നിറച്ചിരിക്കുകയാണ്. കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്ന റോഡുകളിലെ ദുരവസ്ഥയായ മാലിന്യ പ്രശ്നത്തിൽ അധികാരികൾ നിഷ്ക്രിയത്വം പാലിക്കുന്നതായി പ്രശസ്ത ഏകാംഗ നാടകാഭിനേതാവായ ബബിൽ പെരുന്ന പുത്തൂരം വാർത്തകളോട് പറഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ ആഹാരം കഴിച്ചേച്ച് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വഴി വന്ന മനം മറിച്ച് ബോധം കെട്ട് വീടിൻ്റെ ഗതികേടാണ്. ഈ നഗരനാറ്റം കാരണം എല്ലാ മേഖലയിലുള്ള ജനങ്ങളും, എനിക്ക് തോന്നുന്നു കന്നുകാലികൾ പോലും പേടിച്ച് ഈ സൈഡിൽ കൂടെ പോകുന്നില്ല. ഇത്രയേറെ പുല്ല് നിന്നിട്ട് പോലും ആ പുല്ല് തിന്നാൻ പോലും കന്നുകാലികൾക്ക് പോലും ഈ മണം പിടിക്കാത്തതുകൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. ഈ നാറ്റം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നാറ്റമാണോ ഒരു വ്യക്തികളുടെ നാറ്റമാണോ എന്നും പറഞ്ഞ് മത്സരിക്കാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സാംസ്കാരിക പ്രവർത്തകരും ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും കൂടി ചേർന്ന് അടിയന്തരമായി ഇതിനൊരു നടപടി കാണുകയും ഇത് ഏതെങ്കിലും ഒരു സ്ഥലം, ഒരു 4-5 ഏക്കർ സ്ഥലം എടുത്ത് അങ്ങോട്ടൊക്കെ ഈ മാലിന്യം മാറ്റാമെങ്കിൽ ഈ കുറച്ചൊക്കെ ഒരു പ്രത്യാശ നമുക്ക് കിട്ടും. പക്ഷേ അധികാരികളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സ്തുതി പാടുന്നവരും ഇപ്പോൾ രാവിലെ ഇറങ്ങുവാണെങ്കിൽ പട്ടിയെ പേടിച്ച് ജീവനും കൊണ്ടാണ് ഓടുന്നത്. കാരണം ഒരു നിവൃത്തിയില്ല. വഴി നീളം പട്ടികളാണ്. ഇത് ഓടിച്ചിട്ട് കടിക്കുന്ന പട്ടിയുണ്ട്, കുരച്ച് പേടിക്കുന്ന പട്ടിയുണ്ട്. ഇതെല്ലാം സഹിക്കുന്ന ഈ ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾക്ക് ഒരു അറുതി വരുത്തുവാൻ സാംസ്കാരിക രംഗത്തും പൊതുരംഗത്തും മാധ്യമരംഗത്തുമുള്ള പ്രതിഭകൾ, എൻ്റെ പ്രിയപ്പെട്ട ആഷിഖ് മണിയംകുളം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇതിനുവേണ്ടി ധാരാളം എഴുതിയിട്ടുള്ള ഒരു മാന്യദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമം കൊണ്ട് ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ, ആഷിഖ് മണിയംകുളത്തിനെ പോലെ കരുത്തുറ്റ ആളുകൾ ഇതിൻ്റെ പിന്നിൽ വരികയും ഇത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരും, നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന പ്രത്യാശയോടുകൂടി. പുലർക്കാലങ്ങളിൽ ഈ മാലിന്യങ്ങൾ കത്തിക്കുമ്പോഴുണ്ടാകുന്ന രൂക്ഷഗന്ധമുള്ള പുക ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും കാരണമാകുന്നു. നഗരത്തിൽ ആകമാനം മാലിന്യം കൊണ്ട് നിറഞ്ഞിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചങ്ങനാശ്ശേരി നഗരം മാലിന്യം കൊണ്ട് നിറയുമ്പോഴും 2 വർഷം പിന്നിട്ട ചങ്ങനാശ്ശേരി നഗരസഭ ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നില്ല. ക്യാമറാമാൻ രാകേഷ് പുത്തൂരത്തിനൊപ്പം വിഷ്ണു അമ്പാടി.